ആദ്യം പോകുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ഈ കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യത്തിൽ ഹൈക്കോടതിയിൽ വാദം ഇന്നാണ്. പ്രതികൾ എല്ലാവരും ഇന്ന് കോടതി മുൻപാകെ ഹാജരാകണം. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യത്തിൽ പ്രതികളുടെ നിലപാട് അറിയിക്കാനാണ് എല്ലാ പ്രതികളെയും ഇന്ന് ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശ്യാമപ്രസാദ് ഉത്തമൻ ചേരുന്നു, ഒപ്പം ബിനിലുമുണ്ട് നമുക്കൊപ്പം. ആദ്യം ബിനിലേക്ക് പോകുന്നു. ബിനിൽ കോടതിയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ബിനിൽ, എപ്പോഴാണ് വാദം തുടങ്ങുക? എന്താണ് നിലവിലെ വിവരങ്ങൾ? സേതുലക്ഷ്മി, രാവിലെ 10:15 ഹൈക്കോടതി നടപടികൾ തുടങ്ങും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം TP കേസിലെ പ്രതികൾക്ക് വധശിക്ഷയിലേക്ക്, അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റിലേക്ക് ഈ കേസ് പോകുമോ ഇല്ലയോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരാൻ പോകുന്നത്. ഇപ്പോൾ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെ, അതായത് കൊലയാളി സംഘത്തിൽ ഉൾപ്പെട്ട കൊടിസുനി, TK രജീഷ്, കിർമാണി മനോജ് അടക്കമുള്ള പ്രതികളെ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. വിവിധ ജയിലുകളിൽ നിന്ന് ഇന്നലെ തന്നെ ഇവരെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് എത്തിച്ചിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഈ പ്രതികളെ എത്തിച്ചിരിക്കുകയാണ്. കാരണം പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണം. നിലവിൽ ഇവർക്ക് ജീവപര്യന്തം കഠിന തടവാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ആ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ശിക്ഷ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു കൊലക്കേസിൽ പരമാവധി ശിക്ഷ എന്നത് വധശിക്ഷയാണ്. വധശിക്ഷയിലേക്ക് പോകുമോ ഇല്ലയോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വധശിക്ഷയിലേക്ക് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പരിശോധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ശിക്ഷിക്കപ്പെട്ട പ്രതിയുടെ മാനസിക ആരോഗ്യനില, അതോടൊപ്പം തന്നെ അവരുടെ ജയിലിലെ ഇതുവരെയുള്ള പെരുമാറ്റം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കോടതി ആ 3 റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജയിൽ സൂപ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ജയിലിലെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൈക്യാട്രി വിഭാഗം ഡോക്ടറിൽ നിന്ന് ഇവരുടെ മാനസിക ആരോഗ്യനില സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ട്, ആ 3 റിപ്പോർട്ടുകളും കോടതി വിളിച്ചു വരുത്തുക എന്നതിലൂടെ കോടതി ഉദ്ദേശിക്കുന്നത് ഈ പ്രതികൾക്ക് ഉയർന്ന ശിക്ഷയിലേക്ക് പോകേണ്ടതുണ്ടോ, അതായത് പരമാവധി ശിക്ഷയായ വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ച കോടതി ആ നിയമപരമായ ആലോചനയിലേക്ക് കടക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിൽ 2 പ്രതികൾ കൂടി കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അത് CPM നേതാക്കളായ KK കൃഷ്ണനും ജ്യോതി ബാബുവാണ്. ആ KK കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും അവർ കോടതിയിൽ കീഴടങ്ങി. അവരെയും ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് അതിൽ KK കൃഷ്ണനെ എത്തിച്ചിരിക്കുകയാണ്. ജ്യോതി ബാബു ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹത്തെ ഇപ്പോൾ കോടതിയിലേക്ക് എത്തിച്ചിട്ടില്ല. ഓൺലൈനായിട്ടായിരിക്കും അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്നത് ഈ കൊലയാളി സംഘത്തിൽ ഉൾപ്പെട്ട 6ാം പ്രതി അണ്ണൻ സിജിത്ത് ഒഴികെയുള്ള മറ്റ് 6 പ്രതികൾക്കുമെതിരെ കൊലപാതകത്തിലെ ഗൂഢാലോചന കുറ്റം കൂടി കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. ആ കൊലപാതകത്തിൻ്റെ ഗൂഢാലോചന കുറ്റം കണ്ടെത്തിയാൽ അതിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്നത് ജീവപര്യന്തമാണ്. അതായത് ഈ പ്രതികൾക്ക് ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ജീവപര്യന്തത്തിന് പുറമെ ഈ 6 പ്രതികൾക്കും ഒരു ജീവപര്യന്തം തടവ് കൂടി ഉറപ്പാണ്. അതിന് മുകളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നത് മാത്രമാണ് ഇനി പ്രസക്തമായിട്ടുള്ള കാര്യം. എന്തായാലും 10:15 ഹൈക്കോടതി നടപടികൾ ആരംഭിക്കും. ആദ്യം ഈ വിവിധ ജയിൽ അധികൃതരുടെ റിപ്പോർട്ടും മെഡിക്കൽ റിപ്പോർട്ടും ഒക്കെ തന്നെ കോടതി പരിശോധിക്കും. അതിനുശേഷം ഈ ശിക്ഷയിന്മേലൊരു വാദം നടക്കും. ആ വാദത്തിന് ശേഷമായിരിക്കും കോടതിയുടെ അന്തിമമായ തീരുമാനം വരിക. ഇന്ന് തന്നെ ആ ശിക്ഷാ പ്രഖ്യാപനം ഉണ്ടാകുമോ അതോ മറ്റൊരു ദിവസത്തേക്ക് നീളുമോ, അത് 10:15 മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ശരി ബിനിൽ, തുടരുക. ഞാൻ ശ്യാംപ്രസാദിലേക്ക് കൂടി പോവുകയാണ്. ശ്യാംപ്രസാദ് ഉത്തമൻ, ഈ വിചാരണ കോടതി വിധിക്കെതിരെയാണ് പ്രതികൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അപ്പോൾ തന്നെ ഈ പ്രതികളുടെ ആവശ്യം അത് കോടതി നിരസിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഈ കേസ് എത്തുമ്പോൾ ഇന്നത്തെ ഒരു വാദം, അതിന്റെ പോക്ക് അതെങ്ങനെയായിരിക്കും? ലക്ഷ്മി, ഇപ്പോൾ പ്രതികളെ ഈ കാക്കനാട് ജയിലിൽ നിന്നും ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇതിലെ 10ാം പ്രതിയും CPM ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന KK കൃഷ്ണനെയാണ് ഇപ്പോൾ ഈ വാഹനത്തിൽ, അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പോലീസ് വാഹനത്തിൽ ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. വിവിധ ജയിലുകളിൽ നിന്നാണ് ഇവരെ എത്തിച്ചത്. പ്രധാന പ്രതികൾ, അതായത് കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ, കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത MC അനൂപ്, അതോടൊപ്പം തന്നെ കിർമാണി മനോജ്, കൊടിസുനി അടക്കമുള്ള പ്രതികളെ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പുതിയതായിട്ട്, അതായത്
10-ാം പ്രതിയും CPM ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള KK കൃഷ്ണൻ, അതോടൊപ്പം തന്നെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതി ബാബു എന്നിവരെ വിചാരണ കോടതി അവരെ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഈ ഹൈക്കോടതി അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി പിന്നാലെയാണ് വീണ്ടും അവരെ കൂടി ഇപ്പോൾ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും 10-15 ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ വാദം നടക്കുക. ഈ സംഭവം, അതായത് വടകരക്കടുത്ത് 2012 മെയ്യിലാണ് ടി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത്. ഒരു സംഘം ബോംബെറിഞ്ഞ് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. അത് പിന്നീട് വലിയ കുഴപ്പങ്ങളടക്കം സൃഷ്ടിച്ച സംഭവമാണ്. ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾക്കുള്ള ശിക്ഷയിൽ അതിലാണ് പ്രധാനപ്പെട്ട വാദമാണ് ഇന്ന് നടക്കുന്നത്. എന്തായാലും 10 കൂടി ഇന്ന് ഹൈക്കോടതിയിൽ സംബന്ധിച്ച വാദം നടക്കും. ശരി ശ്യാം, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യത്തിലാണ് ഇന്നിപ്പോ വാദം തുടരുന്നത്. ഞാൻ ബിനിലിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോകുന്നു. ബിനിൽ കോടതി പരിസരത്താണ്. ബിനിൽ, ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജയിലിലെ നല്ല നടപ്പടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ ഹൈക്കോടതി പരിശോധിക്കുന്നുണ്ട്, ഡിവിഷൻ ബെഞ്ച് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു നല്ല നടപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എങ്കിൽ ശിക്ഷാവിധി കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? മാത്രമല്ല KK രമയും പ്രോസിക്യൂഷനും ഒക്കെ കടുത്ത ശിക്ഷയുമായിട്ട് മുന്നോട്ട് പോകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്ന പശ്ചാത്തലത്തിൽ കൊടിസുനി അടക്കമുള്ള ഈ കേസിലെ കൊട്ടേഷൻ സംഘാംഗങ്ങളുടെ ജയിലിലെ പ്രവർത്തനം അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അവർക്ക് എന്തായാലും ഒരു നല്ല നടപ്പ് റിപ്പോർട്ട് നൽകാൻ ജയിൽ സൂപ്രണ്ടിന് കഴിയില്ല എന്ന കാര്യം തീർച്ചയാണ്. ആ ജയിലിൽ കിടന്നുകൊണ്ട് അവരുണ്ടാക്കിയ പ്രശ്നങ്ങൾ അതെല്ലാം തന്നെ പൊതുസമൂഹത്തിന് മുന്നിലുള്ളതാണ്. പിന്നീട് ഈ ജയിലിൽ വെച്ച് ഇവർക്കെതിരെ നിരവധി കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജയിലിനകത്ത് നിന്നുകൊണ്ട് ഗുണ്ടാപ്രവർത്തനങ്ങൾ, സ്വർണം പൊട്ടിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു എന്നടക്കമുള്ള പരാതികൾ നേരിടുന്ന പ്രതികളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർക്കൊരു നല്ല നടപ്പ് വിധിക്കാൻ ഒരു ജയിൽ സൂപ്രണ്ടിനും കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു റിപ്പോർട്ട് കോടതിയുടെ മുന്നിലേക്ക് എത്തില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. കോടതിയാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ജില്ലാ പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ഡോക്ടറുടെ ആരോഗ്യപരമായ, അതായത് ഇവരുടെ മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ, ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. കാരണം കഴിഞ്ഞ 10 വർഷമായി ജയിലിൽ കിടക്കുന്ന പ്രതികളെന്ന നിലയിലാണ് ആ മാനസികാരോഗ്യം അടക്കം പരിശോധിക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ആ റിപ്പോർട്ടുകളൊക്കെ കോടതിയുടെ മുന്നിലേക്ക് വരും. സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷയിലേക്ക് പോകണം എന്നത് തന്നെയാണ്. പരമാവധി ശിക്ഷ എന്നത് വധശിക്ഷയാണ്. അവർ നേരത്തെ സെഷൻസ് കോടതിക്ക് മുന്നിൽ ആ വാദങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. കോടതി പക്ഷേ അത്തരത്തിൽ വധശിക്ഷയിലേക്ക് പോയില്ല. ഇവിടെ ഈ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ കേസിൽ 2 പ്രസക്തമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ കൊട്ടേഷൻ സംഘത്തിലെ 6-ാം പ്രതി ഒഴികെ മറ്റ് 6 പ്രതികൾക്ക്, അതായത് 7 അംഗ കൊട്ടേഷൻ സംഘമാണ്. ആ കൊട്ടേഷൻ സംഘത്തിൽ 6-ാം പ്രതിയായ അണ്ണൻ സിജിത്ത് ഒഴികെ ബാക്കി എല്ലാവർക്കും ഈ കൊലപാതകത്തിലെ ഗൂഢാലോചന കൂടി കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ആ ശിക്ഷ വീണ്ടും അതിനുള്ള ശിക്ഷ കൂടി കോടതിക്ക് പ്രഖ്യാപിക്കേണ്ടി വരും. ആ പ്രഖ്യാപനത്തിലേക്ക് കോടതി പോകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്നത് ജീവപര്യന്തമാണ്. അതിനു മുകളിൽ വധശിക്ഷ വരെ നൽകാവുന്നതാണ് ഈ കൊലപാതകത്തിലെ